സുഖത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണ സുഖവും ആനന്ദവും അല്ലെങ്കിൽ ആത്മസുഖവും ജീവിതം മുഴുവനും വിജയിക്കുവാനും സന്തോഷത്തിനും അത്യാഗ്രഹങ്ങൾക്കുമായി ശ്രമിക്കുന്നവർ അതേ അളവിൽ ദുഃഖങ്ങളും കഷ്ടതകളും ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ജീവിതം മുഴുവനും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം. ആഗ്രഹങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, അത്യാഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം. നമുക്ക് സന്തോഷം അനുഭവിക്കണം. നമ്മൾ വിചാരിക്കുന്ന കുറെ സന്തോഷമുണ്ടല്ലോ, അത് അനുഭവിക്കണം. നമുക്ക് വിജയിക്കണം. എല്ലാവരുടെ മുന്നിലും നമുക്ക് ഒന്നാം സ്ഥാനത്തെത്തണം. അതിന് ശ്രമിക്കുന്നവർ അതേ അളവിൽ ദുഃഖങ്ങളും കഷ്ടതകളും ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ശ്രമം ഒടുവിൽ ഒരു വിജയത്തിലും എത്താതെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ശ്രമിക്കുന്നതിനിടയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സുഖം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഒടുവിൽ ഈ ശ്രമങ്ങളെല്ലാം ശാരീരികവും മാനസികവും ഇവർ ആത്മീയപരവുമായ അതായത് പരാജയത്തിൽ അവസാനിക്കും. ആത്മീയതയും കൂടെ കടന്നു വരും പരാജയം. അതായത് ആത്മാവിനെ കുറിച്ച് അറിയുന്നത് പോലും നമ്മൾ പരാജയപ്പെടും. നമ്മൾ ശ്രമിക്കുന്നത് മുഴുവൻ ഒടുവിൽ ബാഹ്യമായ പരാജയത്തിൽ അവസാനിക്കും. വളരെ കനത്ത വിലകൾ നൽകി, വളരെ വലിയ ശ്രമങ്ങൾ നൽകി, നമ്മുടെ ശരീരം പകരം നൽകി, നമ്മുടെ മനസ്സ് പകരം നൽകി, നമ്മുടെ ആത്മാവിനെ പോലും പണയം വെച്ചാണ് നമ്മൾ വിജയം നേടാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഒടുവിൽ വളരെ തുച്ഛമായ എന്തെങ്കിലും കുറച്ച് ബാഹ്യ സുഖം കിട്ടുമെന്നല്ലാതെ ഇതെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ശരീരം അസുഖങ്ങളിലും മറ്റു പ്രശ്നങ്ങളിലും പോയി നഷ്ടപ്പെടും. മനസ്സാണെങ്കിൽ മാനസിക വിഷയങ്ങളിൽ, ശരിക്കും പറഞ്ഞാൽ മനോദുഃഖങ്ങളിലും പിന്നെ മാനസികമായ പ്രശ്നങ്ങൾ. മിക്കവരുടെയും മനസ്സ് 60-70 ആവുമ്പോൾ പൂർണ്ണമായും നശിക്കുകയാണ് ചെയ്യുന്നത്. ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം നല്ല മാനസിക രോഗം വരും. നമുക്കൊക്കെ എന്താണ് അവസ്ഥയെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ടേ ഉള്ളൂ. മാനസിക രോഗികളായി തീരും നമ്മൾ ഇതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ. ശരീരം തീർന്നു കിട്ടും, മനസ്സ് രോഗമായി മാറും. ആത്മാവിനാണെങ്കിൽ അനക്കം വെക്കില്ല, കാരണം നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ ആത്മീയമായും നമ്മൾ നഷ്ടപ്പെടും. ഈ ലോകത്ത് അതികഠിനമായി നമ്മൾ ശ്രമിക്കുകയാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾക്ക് വേണ്ടി: സുഖത്തിനും സന്തോഷത്തിനും ആഗ്രഹ പൂർത്തീകരണത്തിനും. അതൊന്നും നേടുന്നില്ല എന്ന് മാത്രമല്ല, വളരെ വലിയ പരാജയത്തിൽ നമ്മുടെ ജീവിതം അവസാനിക്കുന്നു. തിരിച്ച് ആത്മീയ ആനന്ദമാണെങ്കിൽ, ഇപ്പൊ പറഞ്ഞത് ശരീരത്തിനെ കുറിച്ചാണ്, മനസ്സിനെ കുറിച്ചാണ്. ഇനി ആത്മീയ ആനന്ദമാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് വിലയൊന്നും നൽകണ്ട. ആത്മീയ ആനന്ദം, ഭഗവാന്റെ നാമം ജപിച്ച് നമ്മൾ ശരിക്കും അത് നമ്മൾ ഇനി പറയാൻ പോകുന്നുണ്ട്. നമ്മൾ കുറച്ച് മര്യാദ പാലിച്ച് ജീവിക്കേണ്ടി വരും. അതിന് നമ്മൾ വിലയൊന്നും നൽകണ്ട. നമ്മുടെ ശരീരമൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തണ്ട. നമ്മൾ ഈ നാമം പറയുന്നത് കൊണ്ട് നമുക്ക് ശരീരത്തിന് അസുഖമൊന്നും വരാനൊന്നും പോകുന്നില്ല, ഗുണമേ വരുള്ളൂ. ഈശ്വരനുമായി ചേർന്ന് ഇങ്ങനെ സൈഡ് വെച്ച് പോകുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടെ ഈ ആത്മീയമായ ശാന്തിക്ക് വേണ്ടി കനത്ത വിലയൊന്നും നൽകണ്ട. നമ്മൾ വിചാരിക്കുന്ന ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അത് വേണമെങ്കിൽ നഷ്ടപ്പെടുമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു വിലയുടെ നഷ്ടമുണ്ട് എന്നല്ലാതെ നമുക്ക് ശരിക്കും ശാരീരിക വിലയും നൽകണ്ട, മനസ്സിന്റെ വിലയും നൽകണ്ട. പിന്നെന്താ നമുക്ക് നഷ്ടപ്പെടുന്നത്? എന്താ? വ്യാജ സുഖങ്ങൾ നഷ്ടപ്പെടും, ദുഃഖങ്ങൾ നഷ്ടപ്പെടും. അത് ശരി തന്നെയാണ്. നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ സുഖമാണെന്ന് കരുതുന്ന പലതും നഷ്ടപ്പെടും. പക്ഷേ അങ്ങനെ ദുഃഖങ്ങളും സുഖങ്ങളും നമ്മൾ കൈയൊഴിയേണ്ടി വരും. നമ്മൾ വ്യാജ സുഖത്തിന്റെ പിന്നാലെ പോയി ദുഃഖത്തിലായി, ശരീരം ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞല്ലോ, അതെല്ലാം നമുക്ക് ഒഴിവായി കിട്ടും. വ്യാജ സുഖങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ വ്യാജ ദുഃഖമല്ല, അത് ഒറിജിനൽ ദുഃഖമാണ്. സുഖം വ്യാജമാണെങ്കിലും നമ്മുടെ ദുഃഖം ഒറിജിനലാണ്, അനുഭവിക്കുന്നതിന് ഒരു കുറവും വരില്ല. നമ്മൾ ഈ സുഖത്തിന്റെ പിന്നാലെ അമിതമായി ഓടാതിരിക്കുമ്പോൾ നമുക്ക് ദുഃഖത്തിന്റെ അളവ് വളരെ കുറഞ്ഞു കിട്ടും. നമുക്ക് ശരിക്കും ആത്മീയമായ ഒരു ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാവും. നമ്മൾ ബാഹ്യ സുഖം അനുഭവിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ജനിച്ച് ജീവിക്കുന്ന സമൂഹത്തിലെ നമ്മുടെ അവസ്ഥ കൂടെ നോക്കിയിട്ടാണ്.
നമ്മുടെ ബാഹ്യസുഖങ്ങൾ അതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ്. നമ്മളൊരു കൊട്ടാരത്തിൽ ജനിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുടിലിൽ ജനിച്ച് ജീവിക്കുന്നതിനേക്കാൾ ബാഹ്യസുഖം വളരെ കൂടുതലായിരിക്കും. ജാതി, നമ്മുടെ ജാതി വളരെ ഉയർന്നതാണെങ്കിൽ അതിൻ്റെ സുഖം നമുക്ക് ലഭിക്കും. ജാതി താരതമ്യേന താണതാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കും. നമ്മൾ ജനിക്കുന്ന സ്ഥലം ഒരു കുഗ്രാമത്തിലാണ് നമ്മൾ ജനിക്കുന്നതെങ്കിൽ, വനപ്രദേശത്താണ് നമ്മൾ ജനിക്കുന്നതെങ്കിൽ അവിടെയുള്ള സൗകര്യം വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതെന്ന് പറയുന്നത് ഒരു വലിയ നഗരത്തിൽ ഒരു കൊട്ടാരത്തിൽ ജനിച്ച കുട്ടിക്ക് കിട്ടുന്നതിൻ്റെ 1000-1 സുഖമേ ഈ മറ്റേ കുട്ടിക്ക് കിട്ടുള്ളൂ. ജനിക്കുന്ന സ്ഥലം അത് നമ്മളെ ബാധിക്കുന്നു, ജനിക്കുന്ന ജാതി നമ്മളെ ബാധിക്കുന്നു, മതം അത് നമ്മളെ ബാധിക്കുന്നു. കാരണം ചില മതങ്ങൾ, എല്ലാ മതങ്ങളും ഏതെങ്കിലും രാജ്യത്ത് ന്യൂനപക്ഷമായിരിക്കും. ന്യൂനപക്ഷത്തിലാണെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട്. പിന്നെ മിക്ക രാജ്യങ്ങളും മതരാജ്യങ്ങളാണ്. മതം ആണ് രാജ്യങ്ങൾ ഭരിക്കുന്നത്. ലോകത്ത് മതം ഭരിക്കാത്ത രാജ്യങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. മതം നേരിട്ടാണ് രാജ്യങ്ങളെ ഭരിക്കുന്നത്. നിങ്ങൾ അറിയാറില്ല. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ 2 രാജ്യം എടുത്താൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് മതം ഭരിക്കുന്ന രാജ്യമാണ്. ഇന്ത്യയാണെങ്കിൽ സെക്യുലർ രാജ്യമെന്നാണ് നമ്മുടെ ഭരണഘടനയിൽ, അതായത് മതേതര രാജ്യമാണ്. ഇന്ത്യക്ക് ഔദ്യോഗിക മതമില്ല വാസ്തവത്തിൽ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയില് ഏതെങ്കിലും മതത്തിന്റെ പേരിൽ ആരും പീഡിപ്പിക്കപ്പെടേണ്ടതില്ലെന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. തിരിച്ച് പാകിസ്ഥാനിലാണെങ്കിൽ മറ്റൊരു മതക്കാർക്കും അവിടെ ജീവിക്കാൻ പറ്റില്ല. പാകിസ്ഥാൻ എന്ന് മാത്രമല്ല, ധാരാളം രാജ്യങ്ങൾ മതരാജ്യങ്ങളുണ്ട്. മത നേതാക്കന്മാരാണ് അവിടുത്തെ ഭരണം നടത്തുന്നത്. മറ്റ് കുറെ രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ കൺട്രീസ് ഉണ്ട്. സെക്യുലർ കൺട്രീസ് വളരെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ജനിക്കുന്ന മതം, ഇപ്പൊ ഞാൻ ജനിച്ച മതമാണ് എന്റെ രാജ്യം ഭരിക്കുന്നതെങ്കിൽ എനിക്ക് അതിന്റെ ഒരു ആനുകൂല്യം കിട്ടും. അപ്പൊ ജനിക്കുന്ന മതം, ജനിക്കുന്ന വർഗം, ജനിക്കുന്ന മനുഷ്യവംശം, നമ്മൾ ജനിക്കുന്ന നിറം, നമ്മുടെ പ്രദേശം, നമ്മുടെ ഭാഷ, നമ്മൾ സ്ത്രീയാണോ പുരുഷനാണോ. ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മുടെ പണ്ട് കേരളത്തില് തിരുവിതാംകൂറില് ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായും തിരുവിതാംകൂർ ഭരിച്ചത് പോലും സ്ത്രീകളാണ്. മരുമക്കത്തായമായിരുന്നു. മരുമക്കത്തായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ പുരുഷന് യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. ഭർത്താവ് എന്ന് പറയുന്ന പേരിന് ഇല്ലവ്, വെറും പേരാണ്. ആളാരെന്ന് പോലും വലിയ പിടിയൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. മൊത്തം ഭരണം സ്ത്രീകൾക്കാണ്. ഇന്നും നമ്മുടെ ഒരു പരിധിവരെ അത്തരം ഒരു അവസ്ഥ നമുക്ക് നിലനിൽപ്പുണ്ട്. സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ഒരു കുടുംബ പ്രാധാന്യമുള്ള അവസ്ഥ. മരുമക്കത്തായത്തിൽ പൂർണ്ണമായും സ്ത്രീകൾക്കാണ് പ്രാധാന്യം. അത് സ്ത്രീകളുടെ രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത് തന്നെ. സഹോദരനാണ് ആ കുടുംബം ഭരിക്കുന്നത്, കാരണവരെന്ന് പറയുന്നത്. അങ്ങനെ ഈ ലോകത്ത് 100,000-കണക്കിന് ആചാരങ്ങളുണ്ട്, ഗോത്രവംശങ്ങളുണ്ട്. നമുക്കൊന്നും അറിയില്ല സത്യത്തിൽ ലോകത്ത് എങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ആചാരങ്ങൾ ഭൂമിയിലുണ്ട്. നമ്മളെ കേൾവിയില്ലാത്ത രീതിയിലുള്ള ആചാരങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും പല അവസ്ഥയുണ്ട് നമുക്കറിയാത്ത. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും വളരെ വിചിത്രമായ രീതിയുണ്ട്. അപ്പൊ നമ്മൾ എവിടെയാണോ ജനിക്കുന്നത് അവിടത്തെ അവസ്ഥ വെച്ചാണ് നമ്മളുടെ ബാഹ്യസുഖം തീരുമാനിക്കുന്നത്. പിന്നെ ശാരീരികമായ ആരോഗ്യം, ശരീരത്തിന്റെ അംഗവൈകല്യം, നിറം പലപ്പോഴും ബാധിക്കാറുണ്ട്. അത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ കളർ ബാധിക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ആഫ്രിക്കയിലാണ് ജനിക്കുന്നത് വെച്ചോളൂ. ആഫ്രിക്കൻ കാട്ടിൽ നമ്മൾ ഒരു സായിപ്പാന്റെ കുടുംബത്തിൽ ജനിച്ചാൽ അവിടെ വെള്ളക്കാരന് ഒരു വിലയില്ല. മറ്റൊരു അടിച്ചു കൊല്ലാൻ ശ്രമിക്കും. അപ്പൊ ഈ വെളുപ്പ് പ്രാധാന്യമുള്ളതുണ്ട്, കറുപ്പിന് പ്രാധാന്യമുള്ളതുണ്ട്, തവിട് കളറ് പ്രാധാന്യമുള്ളതുണ്ട്. മംഗോളിയൻ വംശക്കാരെ പ്രത്യേകിച്ച് കണ്ടാലേ അറിയാം, അവർ മുഖം കണ്ടാലേ അറിയാം. ഇങ്ങനെ വംശം നമ്മളെ ബാധിക്കും. ഇപ്പൊ മംഗോളിയൻ വംശത്തിൽ നമ്മൾ പോയി താമസിക്കുമ്പോൾ നമ്മൾ അവിടെ അനുഭവിക്കേണ്ടി വരും, ആഹാരമായാലും ഏത് കാര്യമായാലും. അപ്പൊ അങ്ങനെ ആരോഗ്യം നമ്മുടെ വിഷയമാണ്. പിന്നെ നമുക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം, ഇങ്ങനെ എന്തെല്ലാം ഘടകങ്ങൾ ചേർന്നാണ് നമ്മുടെ ഈ ജീവിതത്തിന് ബാഹ്യ സുഖത്തിനെ നിർണയിക്കുന്നത് എന്നറിയുക. നമ്മൾ വലിയൊരു കുടുംബം, പണ്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട് കുടുംബത്തിൽ ജനിക്കണം, കുടുംബത്തിൽ ജനിക്കണം. അതായത് വലിയ കുടുംബ പാരമ്പര്യം പറയുന്നവരുണ്ട്. നമ്മൾ ജനിക്കുന്ന കുടുംബം തീർച്ചയായിട്ടും ബാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ പിതാവ്, നമ്മുടെ മാതാവ്, അവർ വരുന്ന കുടുംബം, ഇങ്ങനെ ധാരാളം ഘടകങ്ങൾ ചേർന്നാണ് നമ്മുടെ ബാഹ്യ സുഖം നിലനിൽക്കുന്നത്.
ദാരിദ്ര്യാവസ്ഥ അതുണ്ടാവുന്നതും ഈ പറയുന്ന ഘടകങ്ങൾ ചേർന്നിട്ടാണ്. സമ്പന്നത, ഇനി ഇതുപോലെ 100 കാര്യം പറയാനുണ്ട്. ഇതെല്ലാം നമ്മളുടെ ജനനവുമായി ബന്ധപ്പെട്ട് ബാധിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഇതെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞത് ഓർമ്മ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ കർമ്മമാണ് നമ്മളെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. നമ്മുടെ കർമ്മമാണ് ഈ പറയുന്ന സ്ഥലത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ ഭാഗ്യസുഖം, നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഈ ലോകത്തുള്ള ബാക്കി ആൾക്കാരുടെ ഭാഗ്യസുഖങ്ങളെല്ലാം കാണാതെ പഠിച്ചിട്ട് അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ കാര്യം മനസ്സിലാക്കുന്നില്ല. നമ്മൾ കാര്യം മനസ്സിലാക്കിയിട്ട് കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തുക എന്ന ഒരു പോളിസിയിലോട്ട് നമ്മൾ എത്തുന്നില്ല. നമുക്ക് അങ്ങനെ ആരും പറഞ്ഞു തരുന്നില്ല. നേരെ തിരിച്ചാണ്, നിനക്ക് നിന്റെ കൊക്കൊന്നും നീ നോക്കണ്ട, നീ കൊത്തിക്കോ എന്നാണ് നമ്മൾ നമ്മുടെ മക്കളോട് പറയുന്നത്. അവർ ഞാഞ്ഞ് കൊത്താൻ ശ്രമിക്കുന്നു, അവരെ കൊക്കിൽ കൊള്ളാത്തത് അവർ കൊത്തിയെടുക്കുന്നു. ഒടുവിൽ അവർക്ക് അത് കൊണ്ട് പറക്കാൻ പറ്റുന്നില്ല. ഈ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തുക എന്ന് പറഞ്ഞാൽ പക്ഷിയെ ബാധിക്കുന്ന കാര്യമാണ്. മനുഷ്യന് കൊക്കല്ലല്ലോ, പക്ഷിയെ ബാധിക്കുന്നതാണ്. കൊക്കിൽ ഒതുങ്ങാതെ കൊത്തിയെടുത്താൽ പക്ഷിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പറക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തുക എന്ന് ചെറുതിലേ ആരെങ്കിലും പഠിപ്പിക്കുന്നിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെടുമായിരുന്നു. നമ്മളെ പഠിപ്പിക്കുന്നത് മുഴുവൻ ഓപ്പോസിറ്റ് ആണ്. ഇനിയെങ്കിലും നമ്മളും വല്ലതും ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കൂ. വേറെ ആരെയും തെറ്റായി പഠിപ്പിക്കാതെയെങ്കിലും ഇരിക്കും. നമ്മളിപ്പോ പറഞ്ഞത് മുഴുവൻ നമ്മുടെ ബാഹ്യസുഖത്തെ കുറിച്ചാണ്. നേരെ തിരിച്ച് ശ്രദ്ധിക്കൂ, ആത്മീയാനന്ദത്തിന് ഇതൊന്നും ബാധകമല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ പറയുന്നത്. ഈശ്വര നാമജപത്തിന് നമ്മളിപ്പോ പറഞ്ഞ 100 കണക്കിന്, 100 1000 പറയാൻ പറ്റും. കുറെ പറഞ്ഞു, അതൊക്കെ ചുരുക്കി പറയാൻ വേണ്ടി അങ്ങ് നിർത്തിയതാണ്. ഇതേപോലുള്ള 100 കണക്കിന് 200 കണക്കിന് വിഷയങ്ങൾ ഉണ്ടെങ്കിലേ അത് വെച്ചിട്ടാണ് നമ്മുടെ ഭാഗ്യസുഖം ഉണ്ടാവുന്നത്. നമുക്ക് പണം ഉണ്ടാവുന്നതും, നമുക്ക് സൗന്ദര്യം ഉണ്ടാവുന്നതും, നമുക്ക് ആരോഗ്യം ഉണ്ടാവുന്നതും, നമ്മൾ ലോക പ്രശസ്തരാകുന്നതൊക്കെ ഓരോ ഘടകങ്ങൾ ചേർന്നിട്ടാണ്. ആ ഘടകങ്ങളൊന്നും ബാധകമല്ല. ഏത് കൊടുങ്കാട്ടിൽ ജനിച്ച ആദിവാസിയുടെ മകനും ഈശ്വരനെ വിളിക്കാം, ഈശ്വരനാമം ജപിക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണമെങ്കിൽ ശ്രമിക്കാം, ആത്മാവിനെ അറിയാൻ ഒരവസരം കിട്ടിയാൽ അതിനും ശ്രമിക്കാം. അതിന് അവന്റെ ജാതിയോ മതമോ വംശമോ കളറോ ആണോ പെണ്ണോ ഇതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ തേടി നടക്കുന്ന സുഖത്തിന് ധാരാളം കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന സുഖം ഈ ലോകത്ത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. കുറച്ചൊക്കെ കിട്ടുമെന്നൊക്കെ ശരി തന്നെ, അതിന് ധാരാളം കണ്ടീഷൻസ് ഉണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മകന് കിട്ടുന്ന സൗകര്യം മുഴുവനും എനിക്ക് വേണമെന്ന് ഞാൻ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല, നടക്കുന്ന കാര്യവുമല്ല. അങ്ങനെ ആർക്കെങ്കിലും ചിലപ്പോൾ ബൈ ചാൻസിന് എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് എനിക്കും കിട്ടുമെന്നും പറഞ്ഞ് നമ്മൾ നടന്ന് ജീവിതം മുഴുവനും തുലയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. തിരിച്ച് ആത്മീയ സുഖത്തിന്, ആനന്ദത്തിന്, മനസമാധാനത്തിന് ഇതൊന്നും വേണ്ട. ആന്തരിക മനസമാധാനത്തിന് ഇതൊന്നും വേണ്ട. നമ്മുടെ മനസ്സ് അംഗീകരിക്കണമെങ്കിൽ നമുക്കൊക്കെ വേണമല്ലോ. അത് നേരത്തെ പറഞ്ഞതെല്ലാം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. ഡിപ്പെൻഡബിൾ ആണ്, നമ്മുടെ സർക്കംസ്റ്റൻസസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, നമ്മുടെ സാഹചര്യത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷേ ആന്തരിക സുഖത്തിന് ഈ സാഹചര്യം ഒന്നും ബാധകമല്ല. അത് നമ്മളൊന്നും അറിയുന്ന വളരെ നല്ല കാര്യമാണ്. അത് സ്വയം നമുക്കുള്ളതാണ്, ജന്മനാൽ നമുക്കുള്ളതാണ്. നമ്മൾ കൊണ്ടുവന്നതാണ് ആത്മാവിനെ. ആത്മസുഖം ആത്മാവിന് ഉള്ളതാണ്. ആത്മാവ് നമുക്ക് എല്ലാവർക്കും ഒന്നുപോലെയാണ്. അത് രാജാവാവട്ടെ, ദരിദ്രനാവട്ടെ, ആദിവാസിയാവട്ടെ, ആരും ആവട്ടെ, ആത്മാവ് തുല്യമാണ്. ആത്മാവ് ഒന്നുപോലെയാണ്. ആത്മസുഖവും ഒന്നുപോലെയാണ്. ഈശ്വര മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ആരുടെ റെക്കമെൻഡേഷനും വേണ്ട, അതിന് ആരുടെ കണ്ടീഷനും വേണ്ട, അതിന് പ്രത്യേകിച്ച് ഒരു കണ്ടീഷനും വേണ്ട. ഈശ്വര മാർഗത്തിലൂടെ സഞ്ചരിച്ച് സമാധാനത്തിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് ആരുടെയും സഹായവും പ്രത്യേകിച്ച് വേണ്ട. ഒരു സ്കൂളിലും പഠിക്കണ്ട, തറാപറാന്നോ അല്ലെങ്കിൽ അമ്മയെന്നോ ആനയെന്നോ എഴുതാൻ അറിയണ്ട. അതായത് നിരക്ഷരനായ ആണ് എന്നുള്ളത് കൊണ്ട് ഈശ്വരനാമം ജപിക്കാൻ ബുദ്ധിമുട്ടില്ല. ബുദ്ധി വളരെ കുറവാണ്, സയന്റിസ്റ്റ് ആവാനുള്ള ബുദ്ധിയില്ല, ISROയിലെ ചെയർമാൻ ആവാൻ പറ്റില്ല എന്നതും നമ്മുടെ ഈ ഈശ്വരനാമ ജപവുമായിട്ട് ഒരു ബന്ധവുമില്ല. പണ്ഡിതനോ പാമരനോ ദരിദ്രനോ ഭിക്ഷക്കാരനോ ഇതൊന്നും അവിടെ ബാധകമല്ല. ടാറ്റയോ അംബാനിയോ ഇതൊന്നും ഒരു ബന്ധമല്ല. ആർക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. സൂര്യപ്രകാശം പോലെ, പകൽ വെളിച്ചം പോലെ, ഇരുട്ടുപോലെ, കാറ്റുപോലെ, വായു പോലെ, വെള്ളം പോലെ, ഭൂമിയെ പോലെ, ഇതെല്ലാം ഈക്വലി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതെല്ലാവർക്കും ഒന്നുപോലെ. ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആത്മീയ ആനന്ദത്തിന് ബാധകമല്ല. എല്ലാവർക്കും തുല്യമായി ഈശ്വരൻ ലഭ്യമാണ്.
രാജാവിന്റെ മകനായി ജനിച്ച ബുദ്ധനല്ല സിദ്ധാർത്ഥൻ ഗൗതമ ബുദ്ധനായി തീർന്നു. വളരെ നമ്പർ 1 ഒരു അവതാരമായി മാറി. ഒരു പക്ഷെ അത് അവതാരമായതുകൊണ്ട് അങ്ങനെയെന്ന് പറയാം. എന്നാൽ പോലും അത് രാജകുടുംബത്തിൽ ജനിച്ച ആളാണ്, അതുകൊണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു കാർപ്പന്റർ കുടുംബത്തിൽ ജനിച്ച, ഒരു നേരത്തെ ഭക്ഷണം ജോലി ചെയ്യാതെ ലഭിക്കാതിരുന്ന ജീസസ് ക്രൈസ്റ്റ് ബുദ്ധനേക്കാൾ വലിയ ആചരിക്കപ്പെടുന്ന ദൈവമാണ്. നല്ല ഒന്നാന്തരം ഒരു ദരിദ്ര കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അത് മാത്രമല്ല, ജനിക്കപ്പോ സ്വന്തം വീട്ടിൽ പോലും അല്ല ജനിച്ചത്, കാലിത്തൊഴുത്തിലാണ് ജനിച്ചത്. അത് കഥ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണ് സംഭവിച്ചതെന്ന്. വേറെ ഒരാളിന്റെ വളരെ വിജനമായ ഒരു പാറക്കെട്ടിനുള്ളിൽ അടിയിലെ ഒരു ഉപയോഗശൂന്യമായ കാലിത്തൊഴുത്തിലാണ് ക്രൈസ്റ്റ് ജനിക്കുന്നത്. അദ്ദേഹവും ബുദ്ധൻ ഒരു കൊട്ടാരത്തിൽ ജനിച്ചു രാജാവായിട്ട്, ക്രൈസ്റ്റ് ഒരു കാർപ്പന്റർ കുടുംബത്തില് ഒരു കാലിത്തൊഴുത്തിൽ ജനിച്ചു. എന്ത് വ്യത്യാസം! വാൽമീകി അദ്ദേഹം എന്തായിരുന്നു നമുക്കറിയാം, ഇവിടെ എന്തായി തീർന്നു എന്ന് നമുക്കറിയാം. മുഹമ്മദ് നബി അനാഥനായിരുന്നു. മുഹമ്മദ് നബിയുടെ ചരിത്രമൊക്കെ എടുത്ത് വായിച്ചു നോക്കണം. അനാഥനായിരുന്നു. വേറെ ബന്ധുക്കളാണ് വളർത്തിക്കൊണ്ടുവന്നത്. അച്ഛനും അമ്മയൊക്കെ വളരെ നേരത്തെ മരിച്ച് വളരെ ദരിദ്രാവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആരംഭം. മുഹമ്മദ് നബി, ഗുരു നാനാക്ക് ഒരു പലചരക്ക് കടയിലെ എടുത്തു കൊടുക്കുവാനായിരുന്നു ഗുരു നാനാക്ക്. ഇങ്ങനെ ഓരോരുത്തരെടുത്ത് നോക്കിയാലും അവരെല്ലാം, ഭഗവാൻ കൃഷ്ണനാണെങ്കിൽ ജനിച്ചത് ഒരു ജയിലറയിലാണ്. അദ്ദേഹം ജനിക്കുന്നതിനും തൊട്ടു മുമ്പുള്ള 8 പേരും ആ സ്പോട്ടില് അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റുകൊടുത്ത ബന്ധു തറയിലടിച്ച് കൊന്ന അവസ്ഥയുണ്ട്. എന്നിട്ട് അവിടെ നിന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനായിട്ടാണല്ലോ വന്നത്. ആ മനുഷ്യൻ ഈ അവസ്ഥയിലെത്തിയത്. അപ്പൊ അതുകൊണ്ട് ഈശ്വര മാർഗത്തിലൂടെ വരുന്ന ആൾക്കാർക്ക് എവിടെയാണ് ജനിക്കുന്നതെന്നോ ജാതിയോ മതമോ നമ്മൾ നേരത്തെ പറഞ്ഞതൊന്നും ഒരിക്കലും ബാധകമല്ല. അത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. ഈശ്വരനാമത്തിന് അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു സമാധാനത്തിന് ഈ നേരത്തെ പറഞ്ഞ ഒരു കണ്ടീഷനും ബാധകമല്ല. ശരീരവും മനസ്സും ലോക സുഖങ്ങളും ദുഃഖങ്ങളും നൽകുന്നു. ശ്രദ്ധിക്കൂ, നമ്മുടെ ശരീരവും മനസ്സും നമുക്ക് ലൗകിക സുഖങ്ങളും ദുഃഖങ്ങളും നൽകുന്നു. ലൗകികം മീൻസ് ലോകത്തിനെ സംബന്ധിച്ച ദുഃഖങ്ങൾ. ആത്മീയ സ്മരണ, ഈശ്വര സ്മരണ നമുക്ക് ആനന്ദവും ശാന്തിയും സമാധാനവും നൽകുന്നു. ഒരു തവണ നമുക്ക് ആത്മശാന്തി എന്തെന്ന് അറിഞ്ഞാൽ, ഒരു തവണ നമുക്ക് മനസമാധാനം എന്തെന്ന്, ശരിയായ ആത്മസമാധാനം എന്തെന്ന് അറിഞ്ഞാൽ, പിന്നെ നമുക്ക് സാധാരണ ജീവിതം നയിച്ചുകൊണ്ട് തന്നെ അങ്ങനെ തുടരാൻ കഴിയും. അതായത് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് പോലെ തന്നെ ജീവിച്ചുകൊണ്ട് വീടും മക്കളെയും ഭാര്യയും ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ച് ഏതെങ്കിലും സന്യാസി മടത്തിപ്പോയി ഒളിച്ചു കഴിയേണ്ട കാര്യമൊന്നുമില്ല. കാര്യം മനസ്സിലാക്കിയിട്ട് അടങ്ങി ഒതുങ്ങി മനസമാധാനത്തോടെ നമ്മളിപ്പോൾ ജീവിക്കുന്ന പോലെ ജീവിച്ചു പോകാം. നമ്മൾ ഒന്നും ഉപേക്ഷിക്കേണ്ട ഒരു കാര്യവുമില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. നിങ്ങളെല്ലാം ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ വാസ്തവത്തിൽ നമുക്ക് നഷ്ടമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതിന്റെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. പക്ഷെ വേറൊരു പ്രത്യേകത സംഭവിക്കും. നമ്മൾ ആത്മീയമായിട്ട് സഞ്ചരിച്ചു തുടങ്ങിയാൽ, ഈശ്വരനാമം ജപിച്ച് അതിലൂടെ യാത്ര ചെയ്തു തുടങ്ങിയാൽ, ഈ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ അതിന് അമിതമായ പ്രാധാന്യം, അതിന് ഏറ്റവും പ്രധാനം മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കാമെന്നുള്ള നമ്മുടെ ആഗ്രഹം, അതെങ്കിലും കുറച്ചാൽ ക്രമേണ നമുക്ക് ഈ ലോകത്തിലെ സമൂഹത്തിലെ നേട്ടങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും പൂർണ്ണമായും നമുക്ക് ലഭിച്ചേ തീരുള്ളൂ എന്നുള്ള ഭ്രാന്തമായ മത്സര ഓട്ടം നമ്മൾ അവസാനിപ്പിക്കും. അങ്ങനെ ഒരു ഗുണം നമുക്ക് ഈശ്വരനാമജപം കൊണ്ട് കിട്ടും. നമ്മൾ ഈ മറ്റുള്ള ആൾക്കാർ ഓടുന്നത് പോലെ അവരെ പിന്നാലെ ഇങ്ങനെ ഈ പരക്കം പാഞ്ഞ് ഓടുന്നത് അവസാനിപ്പിക്കും. അതുകൊണ്ട് വലിയ നേട്ടങ്ങളില്ല എന്നും വലിയ ഗുണങ്ങളില്ലെന്നും നമ്മൾ അറിയും. അതുകൊണ്ട് ലഭിക്കുന്ന സുഖത്തിന് വലിയ സുഖമില്ല എന്നും നമ്മൾ അറിയും. ആ സുഖങ്ങളെല്ലാം ഇപ്പൊ 25 ലക്ഷം രൂപ മുടക്കി ഒരു കല്യാണം നടത്തിയാൽ നമുക്കൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ അതിന് നടത്തുന്നവരൊരു സുഖം കിട്ടും. അത് കഴിഞ്ഞിട്ട് അവർ എല്ലാവരും പോകുമ്പോൾ നമ്മളെ കാര്യം നമുക്കൊരു തൽക്കാലം ഒരു ആത്മശാന്തിയും ആത്മതൃപ്തിയൊക്കെ കിട്ടുമെന്ന് തോന്നും. അത് ആത്മശാന്തിയൊന്നും അല്ല, അത് മനഃശാന്തിയാണ്. അത് മനസ്സ് കളിക്കുന്നതാണ്. നമുക്ക് ഈ നമ്മുടെ ശരീരം, അത് കഴിഞ്ഞ് മനസ്സ്, അത് കഴിഞ്ഞ് ആത്മാവ്, ഈ മനസ്സ് കടന്ന് ആത്മാവിന്റെ റോളെടുത്ത് കളിക്കും. നമ്മൾ അത് വെച്ചിട്ടാണ് ഈ പൈസയൊക്കെ വാരി മുടക്കി നാട്ടുകാരെ എല്ലാം ഇതൊക്കെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് വലിയ കാര്യമില്ല, വലിയ ഗുണമില്ലെന്ന് നമ്മൾ ക്രമേണ അറിയും. ഒന്നും ഉപേക്ഷിച്ച് കാട്ടിലോട്ട് ഓടാതെ
കാട്ടിൽ പോകാതെ ഈ ലോകത്ത് തന്നെ ജീവിക്കാൻ കഴിയും. സന്യാസി മഠത്തിലും ഏതെങ്കിലും ഗുഹകളിൽ മാത്രമാണ് ആത്മശാന്തി കിട്ടുന്നത് എന്നുള്ളത് വെറുമൊരു സാധാരണ തോന്നലാണ്. നമ്മളെ ജീവിതം ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. നമ്മൾ ആവശ്യമില്ലാത്തത് തിരിച്ചറിഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ചാൽ മതി. സുഖസൗകര്യങ്ങൾ അമിതമായി വേണമെന്നുള്ള ചിന്ത നമ്മൾ കുറച്ചാൽ മതി. ഇതൊന്നും വേണ്ടെന്ന് വെക്കണ്ട, അതൊക്കെ കുറച്ചാൽ മതി. നമ്മൾ ഒന്നും ഉപേക്ഷിക്കണ്ട. പക്ഷെ നമ്മൾ ഈശ്വരനാമം ജപിച്ചു തുടങ്ങിയാൽ ക്രമേണ അവ നമ്മെ ഉപേക്ഷിച്ചു തുടങ്ങും. നമുക്ക് അമിതമായ പണഭ്രാന്ത്, അമിതമായ അധികാരഭ്രാന്ത്, അമിതമായ പ്രശസ്തി ഭ്രാന്ത്, ദെൻ അംഗീകാര ഭ്രാന്ത്, അതൊക്കെ നമ്മൾ ക്രമേണ നമ്മളിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോകും. അങ്ങനെ നമ്മൾ ഒരു മാനസികമായ ആത്മീയമായ ആനന്ദം അനുഭവിക്കും.